ഞാൻ കൊല്ലത്ത് ഏകദേശം ഒരു 5 മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പോ ആദ്യം ഞാൻ കൊല്ലത്ത് പോയിട്ട് നിന്നത് നമ്മുടെ തന്നെ കമ്പനിയുടെ മെസ്സിലായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര മെസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരത്തുള്ള ഒരു വീട് പെട്ടെന്ന് കണ്ടുപിടിച്ച് അങ്ങട് മാറേണ്ടി വന്നു. അപ്പോൾ ഡെയിലി രാവിലെ ജോലിക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് കുറച്ചൊരു സൈഡ് അടിക്കും. സൈഡ് അടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്തിയ ലൊക്കേഷനിൽ എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ അത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു ഇത് ഇടുമ്പോഴായിരിക്കും അവർ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുന്നോട്ട് പോകുന്തോറും എനിക്ക് ഓരോന്ന് കാണുമ്പോൾ നമ്മൾ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ പഴയ കാര്യങ്ങളിൽ എൻ്റെ ഓർമ്മകളും എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷ്വൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. ഏകദേശം ഒരു 9:30 ആകുമ്പോഴേക്ക് ഷോപ്പിലെത്തും. വന്നു കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി സിസ്റ്റം ഓണാക്കി കഴിഞ്ഞാൽ എല്ലാ വാച്ചും എടുത്തിട്ടൊന്ന് തുടച്ച് വയ്ക്കും. അത്ര ലക്ഷറി വാച്ചസ് ആയതുകൊണ്ട് തന്നെ നല്ല കെയർ വേണം. ചിലപ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ കൂടി കസ്റ്റമർ വരുന്നുണ്ടാവും, അതും കൂടി നോക്കണം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വിഷ്വൽസ് ഏകദേശം നല്ല മഴയുള്ള ഒരു ദിവസത്തെയാണ്. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ സൈഡിലൂടെ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ വെള്ളം വന്ന് കെട്ടിക്കിടക്കണം. ഇതല്ലാതെ ഒരു വഴിയുള്ളത് ഏകദേശം 1 കിലോമീറ്ററോളം ബാക്കിലോട്ട് നടന്ന് കറങ്ങി വരണം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ വഴിയെ പോവാം. മഴ ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, മഴ ഉണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. കുറച്ച് ചളി വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡുണ്ട്. ഈ ഒരു സംഭവം എനിക്ക് ആദ്യമൊന്നും വലിയ കുഴപ്പമായി തോന്നിയിരുന്നില്ല. പിന്നെ 1-2 വട്ടം ഞാൻ പാമ്പിനെ കണ്ടു. ഇതിപ്പോൾ ഈ വിഷ്വൽസിൽ ഇത് കുറച്ചും കൂടി ക്ലിയർ ഉണ്ട്. പക്ഷേ നമുക്കറിയാം, നേരിട്ട് നടന്നു പോകുമ്പോൾ ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ അത്ര ഒരു വിഷ്വൽസ് കിട്ടില്ല. അങ്ങനെ 1-2 വട്ടം പാമ്പിനെ കണ്ടു. അതിനുശേഷമാണ് എനിക്കിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഈ വഴി ആലോചിക്കുമ്പോൾ ഒരു പേടി വരാൻ തുടങ്ങി. ഈ ഒരു ചളിയുള്ള ഒരു സ്പേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എപ്പോഴും തിരക്കുള്ള സ്റ്റേഷനൊന്നുമല്ല, ഇടയ്ക്കേ ട്രെയിൻ പോകുള്ളൂ. മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ടൈമിലധികം ട്രെയിൻ കാണാറില്ല. അപ്പോൾ 2 സൈഡ് നോക്കിയിട്ട് ഞാൻ ക്രോസ് ചെയ്ത് അങ്ങനെ പോകും. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിനെ കണ്ടതിൻ്റെ പേടി കൊണ്ടായിരിക്കാം, എന്തോ അങ്ങനെയാണ്. ഈ കാണുന്ന റോഡിനെ പറ്റിയിട്ടാണോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കുറച്ച് ലോങ് നിന്നാണ് വരുന്നത്, അതായത് ഒരു പാലത്തിൻ്റെ മുന്നിൽ നിന്നാണ് വരുന്നത്. ഞാനാണെങ്കിൽ ബസ് ഇറങ്ങുന്നത് ആ പാലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായി നടക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ എൻ്റെ വേഷം. ഒരു ബാഗ്, കണ്ണട, അതുപോലെ നമ്മുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ. കിളിക്കൊല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷനാണ് കേട്ടോ നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈഡിലൂടെ കുറച്ച് നടക്കാനുണ്ട്. റോഡ് അത്ര വീതിയുള്ള റോഡൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കഴിഞ്ഞ 2 ദിവസം മുന്നേ മരം പൊട്ടി വീണതാണ്. മരം പൊട്ടി വീണ മതിലൊക്കെ പൊട്ടിപ്പോയതാണ്. അന്ന് ഞാൻ വീട്ടിലെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലെ ഓണറെ വിളിച്ചിട്ട്, കാരണം ഈ വഴി ഫുൾ ബ്ലോക്ക്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്നിട്ടാണ് ഞാൻ പിന്നെ വേറെ വഴി ഉണ്ട് എന്ന് മനസ്സിലാക്കി പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ചുറ്റിയിട്ടാണ് അന്ന് പോയത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റോഡ് വരുന്നത്. റോഡിൽ അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എത്തുമ്പോൾ ഏകദേശം ഒരു 10:30 ആവും ഞാൻ ഈ വഴി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചിലവരൊക്കെ കടന്നിട്ടുണ്ടാവും, കാരണം കുറച്ചൊരു ഉള്ളേരിയയാണ്. മാത്രമല്ല, എന്താ പറയുക, അധികം തിരക്ക് പിടിച്ച ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ആൾക്കാരല്ല. കൊല്ലത്തിൻ്റെ ഒരു സിറ്റി ഒരു ഇതല്ല, കുറച്ചും കൂടി തണുത്തൊരു ഏരിയ. പിന്നെ ഇതൊക്കെ ഞാൻ ആ വഴി ഏകദേശം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല നല്ല അടിപൊളി വീടുകളാണ്. ഞാൻ സിവിൽ പഠിച്ചുകൊണ്ട് തന്നെ ഞാനത് നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു സ്ട്രക്ചർ, നല്ലൊരു പ്ലാന്, അങ്ങനത്തെ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നോട്ട് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രൈസ് പോലെ എപ്പോഴും ഉണ്ട്. പിന്നെ അല്ലാതെ ഭയങ്കര ക്രൈസ് ഉള്ളത് വണ്ടികളാണ്. വണ്ടികൾ ഏത് വണ്ടിയാണെങ്കിലും അതിലെന്തൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ട്, അത് അങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. അങ്ങനെ റൂമെത്തി, ഒരു ഇരുമ്പിൻ്റെ സ്റ്റെയറാണ്. അത് കയറിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഡോറാണ്. നല്ല ടയർഡായിട്ടാണ് കയറി വരിക. അതുകൊണ്ട് തന്നെ ഇത് തുറക്കുക, അവിടെ ഫുഡ് ഉണ്ടായിരിക്കും, ഫുഡ് കഴിക്കുക, ഒറ്റ കിടത്തം, പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവാറില്ല. കാരണം അത്രയും ടയർഡായിട്ടായിരിക്കും കയറി വരിക. പിന്നെ എത്രയും പെട്ടെന്ന് തുറക്കുക, ഫുഡ് കഴിക്കുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ചപ്പ് വീണ് കിടക്കുന്നുണ്ട് ടെറസിലൊക്കെ, അതൊക്കെ ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞ് നാളെ ഒരു സ്ഥലം വരെ പോകണം. അങ്ങനെ രാവിലെ നേരത്തെ നീച്ച് സ്കൂട്ടി കയറി ഇരുന്ന് പോയി എത്തിപ്പെട്ടത്
നമ്മുടെ മാങ്ങാട് മരുന്ന് ബീഫ് അവിടെ ഒരു റീലിൽ കണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. വർക്കിംഗ് ഡേയ്സിലാണ്. അപ്പോൾ ഈ സാധനം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ബാഗിലിട്ട് തിരിച്ചു പോകണം, ഉച്ചയ്ക്ക് ഇരുന്ന് കഴിക്കണം. അങ്ങനെ ഇതെല്ലാം കുറച്ച് നേരം നിന്ന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. ഈ കവറിലാക്കുന്നതാണ് കേട്ടോ സാധനം. സത്യം പറയാലോ, വൺസ് അപ്പോൺ എ ടൈം നിങ്ങളത് കഴിക്കണം. കാരണം ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ്, ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.